കളഞ്ഞ് നമ്മുടെ ശരീരം കളയരുത്. അക്യുപഞ്ചറിലൂടെ നിങ്ങളെ പൾസ് നോക്കി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ മനുഷ്യന് വേണ്ട എനർജി എന്തോ അത് അക്യുപഞ്ചറിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അക്യുപഞ്ചറിന് ഇത്രയും പ്രാധാന്യം വന്നത്. നമ്മളൊരു കാലഘട്ടത്തിലെല്ലാം കേരളത്തിലെ അക്യുപഞ്ചർ ഉണ്ടായിരുന്നില്ല. കമ്പത്ത് പോയിരുന്ന അനുഭവം ചിലപ്പോൾ കാരണന്മാർക്ക് അറിയാൻ പറ്റും. ബസ് വിളിച്ചു പോയിരുന്നു. ഞങ്ങൾ പോയതാ, പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ പോയതാ. കമ്പത്തെ ആള് പോയത് ചെന്നൈയിൽ ഡോക്ടർ ഫസൽ റഹ്മാൻ സാറാണ് ഇന്ത്യൻ അക്യുപഞ്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അക്യുപഞ്ചറിന്റെ പിതാവ് ഡോക്ടറാണ്. അക്യുപഞ്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്. അതുകൊണ്ട് ഒരു പണിയും നടക്കൂല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പല ചികിത്സകളും പഠിച്ചു. അതിൽ അക്യുപഞ്ചറിൽ നിന്ന് നല്ലൊരു കഴമ്പ് കിട്ടിയപ്പോ ഇന്ത്യൻ സ്റ്റൈലൂടെ ആഡ് ചെയ്തുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ അക്യുപഞ്ചർ. അദ്ദേഹത്തിന്റെ അടുത്ത് കമ്പത്ത ബോസ്കെ മീരാൻ സാർ വൈഫിന് വയറ്റിലൊരു മുഴയായിട്ട് പോയി. ആ മുഴ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ചെന്നപ്പോ അവിടെ 10 ആളെ വെറുതെ ഇങ്ങനെ കിടത്തും. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഡോക്ടറെ കണ്ടാൽ ചിലവരുടെ രോഗം മാറുന്ന. എന്റെ അടുത്ത് വന്നവരൊക്കെ അറിയാം എന്റെ സ്വഭാവത്തിൽ മോശ അല്ലെ, പണ്ട് വന്നവർക്ക്